താൽക്കാലിക VC നിയമനവുമായി ഗവർണർ മുന്നോട്ട്. KTU ഡിജിറ്റൽ VCമാരായി സിസ തോമസിനെയും ശിവപ്രസാദിനെയും വീണ്ടും നിയമിച്ചു. സർക്കാർ പാനൽ ഗവർണർ തള്ളി. സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെയാണ് ഗവർണറുടെ ഇടപെടൽ. വിവരങ്ങളുമായി സേഫ് സൈനുദ്ദീൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സേഫ്, VC നിയമനത്തിൽ ചാൻസലറും സർക്കാരും യോജിച്ച് മുന്നോട്ട് പോകണമെന്നായിരുന്നു സുപ്രീം കോടതിയിൽ നിന്നടക്കമുണ്ടായ നിർദ്ദേശം. പക്ഷെ അങ്ങനെ യോജിച്ചു പോകാനില്ലെന്ന് ഗവർണർ ആവർത്തിച്ച് പറയുകയാണോ? ഗവർണർ സർക്കാർ സേഫ് കേൾക്കാമോ? സേഫിലേക്ക് വരാം. താൽക്കാലിക VC നിയമനവുമായി ഗവർണർ മുന്നോട്ട് തന്നെ പോവുകയാണ്. KTU ഡിജിറ്റൽ VCമാരായി സിസ തോമസിനെയും ശിവപ്രസാദിനെയും വീണ്ടും നിയമിച്ചിരിക്കുന്നു. സർക്കാർ ഒരു പാനൽ നൽകിയിരുന്നു. 3 പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പാനൽ സർക്കാർ നൽകിയിരുന്നു. പക്ഷേ ആ പാനൽ ഗവർണർ തള്ളുകയാണ് ഉണ്ടായത്. സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെയാണ് ഗവർണറുടെ ഇപ്പോഴത്തെ ഇടപെടൽ എന്നതും ശ്രദ്ധേയമാണ്. ഇടയ്ക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കം ചാൻസലറുമായി കൂടിക്കാഴ്ച നടത്തി ഒരു അനുനയ നീക്കമൊക്കെ നടത്തിയിരുന്നു. പക്ഷെ അതെല്ലാം പാളുന്നു എന്ന് വേണം ഈ ഒരു ഗവർണറുടെ ഇടപെടലിൽ നിന്ന് മനസ്സിലാക്കാൻ. സേഫ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സേഫ്, വീണ്ടും സ്വന്തം ഇഷ്ടപ്രകാരം VC നിയമനം നടത്തിയിരിക്കുകയാണ്. സർക്കാർ പാനൽ പൂർണ്ണമായും തള്ളിയിരിക്കുന്നു. സർക്കാരുമായി യോജിച്ചു പോകാനില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ ഗവർണർ? അതെ, നിയമനം കൊണ്ട് അങ്ങനെ തന്നെയാണ് ദിവ്യ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. കാരണം ഈ പോര് തുടങ്ങിയിട്ട് കുറച്ചു നാളായി. അത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഒരു വിധി ഉണ്ടായിരുന്നു. ഈ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് സാങ്കേതിക സർവകലാശാലയിലെയും അതുപോലെ തന്നെ ഡിജിറ്റൽ സർവകലാശാലയിലെ VCമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് സിസ തോമസിനോട്, ഡിജിറ്റൽ സർവകലാശാല VC ആയ സിസ തോമസിനോടും സാങ്കേതിക സർവകലാശാല VC ആയ ശിവപ്രസാദിനോട് സംസ്ഥാന സർക്കാരിന് താല്പര്യമില്ലായിരുന്നു. ഇവർ രണ്ടുപേരും രാജ്ഭവനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആൾക്കാരാണ്. മാത്രമല്ല ശിവപ്രസാദ് RSSുമായി അടുത്ത ബന്ധം പുലർത്തുന്ന അതുകൊണ്ട് സംസ്ഥാന സർക്കാർ നിയമനവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുകയും സിംഗിൾ ബെഞ്ചിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാവുകയും ചെയ്തു. അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ രാജേന്ദ്ര അർലേക്കർ അപ്പീൽ പോവുകയും അതും തിരിച്ചടി രാജ്ഭവൻ ഉണ്ടാക്കി. അവിടെയും പറഞ്ഞത് താൽക്കാലിക VC നിയമനം നടത്തുമ്പോൾ സംസ്ഥാന സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് വേണം നിയമനം നടത്താൻ എന്നുള്ളതായിരുന്നു ഡിവിഷൻ ബെഞ്ചും പറഞ്ഞത്. അതിനുശേഷമാണ് ഒരു സമവായത്തിന്റെ സൂചന നൽകിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അതുപോലെ തന്നെ നിയമമന്ത്രി P രാജീവ് അടക്കമുള്ളവർ രാജ്ഭവനിലെത്തി ഗവർണറെ നേരിട്ട് കണ്ട് ഒരു അനുനയത്തിന്റെ സൂചന നൽകിയത്. 2 ബില്ലുകൾ ഒപ്പിടാനുണ്ട്, ആ ബില്ലുകൾ ഒപ്പിടണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. അതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് തന്നെ രാജ്ഭവനിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഏതാണ്ട് ഒരു സൗഹാർദ്ദപരമായ കൂടിക്കാഴ്ച ഏതാണ്ട് 3/4 മണിക്കൂറോളം നീണ്ടു നിന്നു. അപ്പോഴും ഗവർണർ അനുനയത്തിന്റെ പാതയിലേക്ക് വരും എന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ ഉണ്ടായിരുന്നത്. ഈ മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ദിവ്യ ഗവർണർ സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തത്. സുപ്രീം കോടതിയെ സമീപിച്ച് ഈ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് സുപ്രീം കോടതി അതിനകത്ത് പ്രധാനമായും പറഞ്ഞിരുന്നത് വിദ്യാർത്ഥികളുടെ ഭാവി നോക്കണം, സർക്കാർ അതിനകത്ത് രാഷ്ട്രീയം പാടില്ല, ഈ നിയമനവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയം പാടില്ല. പക്ഷേ താൽക്കാലിക VC നിയമനം എന്നുള്ളത് 6 മാസം വരെ പാടുള്ളൂ. 6 മാസം കഴിയുന്നതിനുള്ളിൽ പുതിയ VCമാരെ നിയമിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരും രാജ്ഭവനും ഒരേപോലെ ചർച്ച ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കണം. താൽക്കാലിക VC നിയമനത്തിൽ ചാൻസലർക്ക് തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ മുഖത്ത് നോക്കി താൻ പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ തന്റെ വാദമാണ് ശരി, നിങ്ങൾ പറയുന്നത് തെറ്റാണ്, നിങ്ങളോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് എന്ന് സൂചന നൽകിക്കൊണ്ട് 2 VCമാരുടെ നിയമനം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഡിജിറ്റൽ സർവകലാശാലയിൽ നിന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആരെയാണോ മാറ്റാൻ പറഞ്ഞത് അവരെ തന്നെ, സിസ തോമസിനെ തന്നെ അവിടെ VC ആയി. ഞാൻ സേഫിലേക്ക് വരാം. ഇപ്പോൾ KSU നേതാവ് മുഹമ്മദ് ഷമാസ് ഉണ്ട്. ഷമാസ്, ഇപ്പോൾ ഗവർണർ നടത്തിയിരിക്കുന്നത് ഒരു യുദ്ധപ്രഖ്യാപനം തന്നെയല്ലേ? കാരണം സർക്കാർ ഒരു പാനൽ നൽകി, പക്ഷേ ആ പാനൽ പൂർണ്ണമായും തള്ളിയാണ് സ്വന്തം ഇഷ്ടപ്രകാരം ഇപ്പോൾ സിസ തോമസിനെയും ശിവപ്രസാദിനെയും KTU ഡിജിറ്റൽ VCമാരായി നിയമിച്ചിട്ടുള്ളത്. ഇവിടെ തുടക്കം മുതൽ ഈ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ VC നിയമനവുമായി ബന്ധപ്പെട്ടും ഒക്കെ നമ്മൾ കാണുന്നത് തികച്ചും നാടകീയമായ പല രംഗങ്ങളുമാണ്. സർക്കാർ ഒരു വശത്ത് നീങ്ങുന്നു, ഗവർണർ മറ്റൊരു തലത്തിൽ നീങ്ങുന്നു. ഇതിനിടയിൽ ഇവർ തമ്മിൽ ചില ഒത്തുതീർപ്പിലേക്ക് എത്തുന്നു എന്ന ഒരു ധ്വനി ഉണ്ടാകുന്നു. മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ ആദ്യഘട്ടത്തിൽ ചർച്ച നടന്നു. പിന്നീട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഗവർണറുമായി രാജ്ഭവനിലെത്തി കാണുന്നു. അങ്ങനെ വ്യത്യസ്ത തലത്തിൽ ഉള്ള ചില നാടകങ്ങളാണ് ഇതിന്റെയൊക്കെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആത്യന്തികമായി ഇതിന്റെയൊക്കെ ഒരു പരിണിത ഫലം എന്ന് പറയുന്നത്
ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയും അതിന്റെ ഒരു വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഈ സർവകലാശാലകൾ പോകുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോ സ്വാഭാവികമായും ഗവർണർ സർക്കാരിന് വിരുദ്ധമായ ഒരു തീരുമാനം കൈക്കൊണ്ട് സുപ്രീം കോടതി വിധിയുടെ കൂടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു വിജ്ഞാപനം ഉത്തരവിറക്കിയിരിക്കുന്നത്, വിസിമാരെ നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതേസമയം സർക്കാരിന് അതിനകത്ത് മറ്റൊരു വാദവുമുണ്ട്. ഇതെല്ലാം കൂടെ നിയമപ്രശ്നങ്ങളിലേക്കും ഈ കോടതി വ്യവഹാരങ്ങളിലേക്കും ഒക്കെ പോകുമ്പോൾ അവിടെ നഷ്ടമാകുന്നത് ഈ പറഞ്ഞതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരവും അതോടൊപ്പം തന്നെ ഈ പറയപ്പെട്ട വിദ്യാർത്ഥികളിൽ നിന്നുൾപ്പെടെ ഫീസ് ഇനത്തിൽ ഉൾപ്പെടെ പിരിച്ചെടുത്തിട്ടുള്ള കോടിക്കണക്കിന് രൂപ ഈ സർക്കാരും ഗവർണറും എല്ലാം കോടതി വ്യവഹാരങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ദയനീയമായ ഒരു സാഹചര്യം കൂടി ഇതിന്റെ മുമ്പിലുണ്ട്. ഒരു തരത്തിലും ഈ പരസ്പരമുള്ള ഏറ്റുമുട്ടലിന്റെ പേരിൽ വിദ്യാഭ്യാസ മേഖലയും സർവകലാശാലകളെയും പ്രതിസന്ധിയിലാക്കുന്ന നടപടി അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അല്ല ഷമാസ്, ഇവിടെ നോക്കൂ, ഇത്രയധികം തർക്കം രൂക്ഷമായപ്പോഴാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ മന്ത്രി പി രാജീവ് രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടു. അതിന് പിന്നാലെ മുഖ്യമന്ത്രി അവിടെ എത്തി ഒരു അനുനയ നീക്കത്തിന്റെ ഭാഗമായി ഒരു സൗഹാർദ്ദപരമായ ഒരു കൂടിക്കാഴ്ച അവിടെ നടന്നു. പക്ഷേ അതിനുശേഷവും ഗവർണർ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഇനി ആര് വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ് പറയുന്നത്? അല്ല, ഇതിലേതെങ്കിലും ഒരു പരസ്പരമുള്ള വിട്ടുവീഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ എന്താണോ നിയമവും ചട്ടവും അത് പരസ്പരം ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള സമീപനം സ്വീകരിക്കാനുള്ള വേണ്ടത്. ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞിട്ടുണ്ട്, ഇത് ഏതെങ്കിലും തരത്തിൽ ഇവർ രണ്ടുപേരുടെയും താല്പര്യം എന്നുള്ളത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരമോ അതിന്റെ ഉയർച്ചയോ അല്ല, മറിച്ച് കൃത്യമായ രാഷ്ട്രീയ താല്പര്യങ്ങളും അജണ്ടകളുമാണ് ഇവർ രണ്ടുപേരും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അക്കാര്യത്തിൽ ഗവർണറും മോശക്കാരനല്ല, സർക്കാരും മോശക്കാരനല്ല എന്ന രീതിയിലേക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് വളരെ ഗൗരവമുള്ള പല വിഷയങ്ങളും ഇതിനിടയിൽ ഉയർന്നു വന്നപ്പോൾ സർക്കാരിന്റെ പ്രതിച്ഛായയും അവരുടെ ഈ പറഞ്ഞ പ്രവർത്തികളെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്കുള്ള വിഷയങ്ങൾ സമൂഹത്തിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ആസൂത്രിത നീക്കമായി ഈ സർവകലാശാല വിഷയങ്ങളെ കണ്ടു. അതിൽ SFI ഉൾപ്പെടെ രംഗത്തിറക്കി സർക്കാർ ഒരു പോരിലേക്ക് തുറന്നു വിട്ടു. അതിനുശേഷം സർക്കാർ തന്നെ ഇതാ ഞങ്ങളൊരു രമ്യതയിലേക്കുള്ള കാര്യങ്ങൾ നീക്കുന്നതിന്റെ ഭാഗമായി താങ്കൾ സൂചിപ്പിച്ചതുപോലെ മന്ത്രിമാരെ അയക്കുന്നു, മുഖ്യമന്ത്രി ചെല്ലുന്നു. അങ്ങനെ ഒരു പ്രശ്നപരിഹാരം അന്ന് നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഗവർണർ ഇപ്പൊ മറിച്ചൊരു നിലപാട് സ്വീകരിക്കാനും ഇങ്ങനെ ഒരു ഉത്തരവിറക്കുന്നതിലേക്കും സുപ്രീം കോടതി വിധി അടിസ്ഥാനമാക്കി തന്നെ ആ രീതിയിലേക്ക് സർക്കാർ ഒരു തരത്തിലുള്ള കൂടിയാലോചന പോലും നടത്താതെ ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കേവലം ജനങ്ങളെയും വിദ്യാർത്ഥി സമൂഹത്തെയും വിഡ്ഢികളാക്കുന്ന ഒരു പരിപാടി മാത്രമാണ്. ഇക്കാര്യത്തിൽ ഒരാത്മാർത്ഥതയും സർക്കാരിനെ സംബന്ധിച്ചും ഗവർണറെ സംബന്ധിച്ചും ഇല്ല. ഒരേ സമയം ഗവർണർ ഈ പറഞ്ഞ സംഘപരിവാർ അജണ്ട, RSS അജണ്ടയൊക്കെ സർവകലാശാലയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ സർക്കാരിന് വിവിധ വിഷയങ്ങൾ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു അജണ്ടയുടെ ഭാഗമായി കൂടെ ഗവർണർ പ്രവർത്തിക്കുന്നു. ഇവരൊക്കെ തമ്മിലുള്ള രാഷ്ട്രീയ അന്തർധാര കൂടിയാണ് ഇതിലൂടെയൊക്കെ പ്രകടമാകുന്നത്. നന്ദി ശ്രീ ഷമാസ്.